പ്രേതങ്ങളെ കാണാൻ കഴിവുള്ള നമ്മുടെ കഥാനായിക കുറച്ചുനാള് നാട് വിട്ട് ഒരു റിസോർട്ടിൽ പോയി താമസിക്കാൻ തീരുമാനിക്കുന്നു. ആ തീരുമാനത്തിന്റെ പിന്നിൽ പ്രേതങ്ങളല്ല, മറിച്ച് അവളുടെ ബോയ് ഫ്രണ്ടുമായി അവൾക്ക് ഉണ്ടായ ബ്രേക്കപ്പ് ആണ്. ആ ഒരു സങ്കടത്തിൽ നിന്ന് രക്ഷപ്പെടാനായി ദൂരെയുള്ള ഒരു റിസോർട്ടിൽ താമസിക്കാനായി ചെല്ലുന്ന കഥാനായിക വളരെ രസകരമായി, കോമഡിയായി, റൊമാൻറ്റിക്കായി, ഹൊററായി പറഞ്ഞ ഒരു തായ് കോമഡി റൊമാൻറ്റിക് ഹൊറർ ചിത്രമാണ് ഇന്ന് ഞാൻ നിങ്ങൾക്കായി കൊണ്ടുവന്നിരിക്കുന്നത്. 2020 റിലീസായ ലോ സീസൺ എന്ന ഈ ഒരു കഥ കണ്ടു നോക്കൂ, നിങ്ങൾക്ക് തീർച്ചയായും ഇഷ്ടപ്പെടും. വളരെ മനോഹരമായ ഒരു കഥയാണ്. ഫുള്ള് കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്ക് തന്നെ അത് മനസ്സിലാവും. അപ്പോൾ നമുക്ക് വേഗം തന്നെ വീഡിയോയിലേക്ക് കടക്കാം. അതിനു മുന്നേ ഇതുപോലത്തെ വീഡിയോസ് കാണാൻ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ മറക്കാതെ ഇപ്പോൾ തന്നെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. കഥ തുടങ്ങുന്നത് നമ്മുടെ കഥാനായികയായ ലിന്നിനെ കാണിച്ചുകൊണ്ടാണ്. ലിൻ രാത്രി സമയത്ത് കാറിൽ യാത്ര ചെയ്യുന്നു. ഡ്രൈവറിനെ നോക്കി പരിങ്ങിയിരിക്കുന്നത് കണ്ടാൽ തന്നെ മനസ്സിലാവുന്നില്ലേ, ഈ ഡ്രൈവറിനെ അവൾക്ക് പരിചയമൊന്നുമില്ല. അവള് ലിഫ്റ്റ് ചോദിച്ച് കാറിൽ കയറിയതാണ്. പക്ഷെ കയറിയ പാടെ അയാളുടെ നോട്ടവും ഭാവവും അവളിലൊരു പേടി ഉണ്ടാക്കുന്നുണ്ട്. എന്തായാലും ഒരുവിധം അവൾ എത്താനായി ഉദ്ദേശിച്ച ഒരു റിസോർട്ടിന്റെ അവിടെ തന്നെ സേഫായി വണ്ടി ഇറങ്ങുമ്പോഴാണ് അവൾക്ക് ആശ്വാസമാകുന്നത്. ആദ്യമായി ഇവിടെ എത്തുന്ന ലിൻ ആകെ ഷോക്കാവുകയാണ്. കാരണം അവൾ ഓൺലൈൻ ഫോട്ടോസ് കണ്ടാണ് ഈ ഒരു റിസോർട്ടിലേക്ക് വരാൻ പ്ലാൻ ചെയ്തത്. പക്ഷെ ഫോട്ടോയിൽ ഉള്ളതുപോലെ ആയിരുന്നില്ല സ്ഥലം. ഒരുമാതിരി മോശം ലുക്ക്. ആദ്യം കാണുന്ന ലുക്കേ ഇങ്ങനെയാ, അപ്പോൾ അകം എങ്ങനെ ആയിരിക്കും അവൾ ചിന്തിച്ച് നിൽക്കുമ്പോഴാണ് അവിടേക്ക് ഒരാൾ എത്തുന്നത്. റിസോർട്ടിലേക്ക് എത്തിയതാണോ എന്ന് ചോദിച്ച് അവൾ അകത്തേക്ക് കൊണ്ടുപോകുന്നു. അത് റിസോർട്ട് ഓണറാണ്. അകത്തേക്ക് ചെല്ലുമ്പോഴേ അവൾക്ക് ഈ റിസോർട്ട് വലിയ ഇഷ്ടപ്പെട്ട രീതിയിലൊന്നും അല്ല മുഖം ഇരിക്കുന്നത്. അതിന്റെ കൂടെ അവിടെ ഒരു തൂക്കുകയറ് പോലെ കാണുമ്പോൾ അവളുടെ പേടി ഒരുപാട് കൂടുകയാണ്. ഇതെന്താണെന്ന് തിരക്കുമ്പോൾ ഇത് കണ്ടു പേടിക്കേണ്ട, ഇതെന്റെ ഊഞ്ഞാല് തൂക്കാനുള്ള സ്ഥലമാണെന്ന് പറഞ്ഞ് അയാൾ അവിടെ ഒരു ഊഞ്ഞാല് തൂക്കി അതിൽ കിടന്നാടുന്നു. മൊത്തത്തിൽ ഇവിടെ അങ്ങ് ഇഷ്ടപ്പെടാത്ത ലിൻ വന്ന് പെട്ടതുകൊണ്ട് തന്നെ ശരി എന്റെ റൂം എവിടെയാണെന്ന് ചോദിക്കുമ്പോൾ റൂമിന്റെയും ഫുഡിന്റെയും മറ്റ് റിസോർട്ടിലെ ലിന്നിന്റെ അക്കോമഡേഷനുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ഓം വിശദീകരിച്ചു കൊടുക്കുന്നു. അതിനുശേഷം ഞാൻ ഇപ്പോൾ വരാം, എനിക്കൊന്ന് പുറത്തു പോകണമെന്ന് പറയുമ്പോൾ ഈ രാത്രിയിൽ ഈ പട്ടിക്കാട്ടിൽ ഇയാൾ ഇത് എവിടെ പോവാണെന്ന് കരുതി അവൾ കാര്യം തിരക്കുന്ന സമയത്ത് അയാളുടെ ഒരു ഫ്രണ്ട് കിണറ്റി വീണ് മരിച്ചു. ആ ഒരു ബോഡി അടക്കാൻ പോവാണെന്ന് പറയുമ്പോൾ നമ്മുടെ ലിന്നിന് നല്ല പേടിയാകുന്നുണ്ട്. അവള് റൂമിലേക്ക് പോകാനായി തിരിയുന്ന സമയത്ത് പെട്ടെന്ന് ബാക്കിലെ ലൈറ്റ് തനിയെ ഓൺ ആകുന്നു. നല്ല പേടി വരുന്നുണ്ടെങ്കിലും മുഖത്തൊരു ചിരി വരുത്തി ആ പേടി മാറ്റി അവളുടെ റൂമിലേക്ക് അവൾ പോകുന്നു. റൂമിലെത്തി ഫ്രണ്ടിനെ വീഡിയോ കോൾ ചെയ്യുന്നു. ഈ റൂമൊന്നും കൊള്ളൂല എന്നല്ല ഫ്രണ്ടിനോട് പറയുമ്പോൾ സാറില്ല, പ്രേതങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ആംബിയൻസ് ആണെന്ന് കണ്ടിട്ട് തോന്നുന്നു, അതുകൊണ്ട് നിനക്ക് ഇഷ്ടപ്പെടാൻ ചാൻസ് ഉണ്ടെന്ന് ഫ്രണ്ട് പറയാണ്. വീഡിയോ കോള് സ്റ്റക്ക് ആയതുകൊണ്ട് തന്നെ അവള് കട്ട് ചെയ്തിട്ട് കിടക്കുന്നതിന് മുന്നേ പല്ല് തേക്കുന്ന ശീലമുള്ള നല്ല കൊച്ചായതുകൊണ്ട് അതിന്റെ കാര്യത്തിന് പോകുന്നു. പല്ല് തേച്ചോണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ആരോ ഡോറിൽ തട്ടുന്ന ശബ്ദം. അവക്ക് വല്ലാത്ത പേടിയാവുന്നു. ആരായിരിക്കും ഇപ്പോൾ ഡോറിൽ തട്ടുക എന്ന് പേടിച്ച് ഒരുപക്ഷെ ഇനി റിസോർട്ട് ഓണർ പറഞ്ഞ മരണപ്പെട്ട ആളുടെ ഫ്രണ്ടിന്റെ പ്രേതം വല്ലതായിരിക്കുമെന്ന് ഉള്ളി പേടി വന്ന് അവള് പെട്ടെന്ന് പൊതച്ചു മൂടിയിരുന്ന് നാമം ജപിക്കുന്നു. ആ സമയത്ത് ഉത്തരത്തിന്ന് ഒരു പല്ലി പടക്കൂന്നും പറഞ്ഞ് താഴെ വീഴുന്നത് മുറിയിന്ന് വെളിയിലേക്ക് ഇറങ്ങി അവൾ ഓടാണ്. ഓടി ചെല്ലുന്നത് തൊട്ടപ്പുറത്തെ റൂമിലേക്കാണ്. അവിടെ ആരെങ്കിലും കാണുമെന്ന് വിചാരിച്ച് പെട്ടെന്ന് ഡോർ തുറന്ന് അകത്ത് കയറുമ്പോൾ റേഡിയോ ഒക്കെ തനി ഓൺ ആവുന്നു. അവള് വീണ്ടും പേടിച്ച് അവളുടെ തന്നെ റൂമിന്റെ അങ്ങോട്ട് ഓടി വരുമ്പോൾ കാണുന്ന കാഴ്ച റിസോർട്ട് ഓണറിന്റെ മരണപ്പെട്ട സുഹൃത്തിന്റെ പ്രേതം ആ താഴെ വീണ പല്ലിയം പിടിച്ച് പല്ലിളിച്ച് കാണിച്ചോണ്ടിരിക്കുന്നു. പിന്നെ പറയണോ പൂരം, അവള് നിലവിളിച്ചോണ്ട് ഒരൊറ്റ ഓട്ടം. ഇവളിങ്ങനെ നിലവിളിച്ചോടുന്നത് ആരോ ശ്രദ്ധിക്കുന്നതായി കാണാം. അത് മറ്റാരുമല്ല, നമ്മുടെ കഥാനായകനായ പാനാണ്. അടുത്ത ദിവസം നമ്മുടെ ലിൻ കണ്ണ് തുറക്കുന്നത് തന്നെ പാനിനെ കണ്ടാണ്. അവൾ ഇന്നലെ പ്രേതത്തെയൊക്കെ കണ്ട് പേടിച്ച് മുറിയിലല്ല വെളിയിൽ എവിടെയോ ആണ് കിടന്നുറങ്ങിയത്. കണ്ണ് തുറക്കുമ്പോഴേ പാനിനെ കാണുമ്പോ അയ്യോ പ്രേതം എന്നും പറഞ്ഞ് അവള് പേടിക്കുന്നുണ്ട്. അവനാണ് ദേഷ്യം വരുന്നു. ഇന്നലെ രാത്രി തൊട്ട് നീ തുടങ്ങിയതാണല്ലോ, ചുമ്മാ ബഹളം വെച്ച് ജോലി ചെയ്യാനുള്ള എന്റെ മൂടും കളഞ്ഞു, എന്റെ ഉറക്കവും കളഞ്ഞു, പകലെന്തേ എന്തൊരു ശല്യാന്ന് പറഞ്ഞ് അവൻ അവളോട് ദേഷ്യപ്പെടുമ്പോ അവളും തിരിച്ച് വായി വരുന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ രണ്ടിനും ഇടയിൽ പൊരിഞ്ഞ അടി നടക്കുന്ന സമയത്താണ് അങ്ങോട്ടേക്ക് നമ്മുടെ ഓം എത്തുന്നത്. നമ്മുടെ റിസോർട്ട് ഓണർ അയാൾ ഇടയിൽ കയറി വഴക്ക് നിർത്താനായിട്ട് ഒരു പാട്ട് അങ്ങ് പാടുന്നു. അയാളുടെ പാട്ട് സഹിക്കാൻ വയ്യാതെ പാൻ അവിടെ നിന്ന് എഴുന്നേറ്റ് പോകുന്നു. റിസോർട്ടില് ചുമ്മാ ഇരിക്കുന്ന സമയത്താണ് ലിൻ അവിടെ ഒരു വണ്ടി കാണുന്നത്. അവള് വേഗം തന്നെ വണ്ടിക്കാരന്റെ അടുത്ത് ചെന്ന് ഒരു സ്ഥലപ്പേര് പറഞ്ഞിട്ട് അവിടേക്ക് ട്രിപ്പ് പോകാമോ എന്ന് ചോദിക്കുമ്പോൾ ഈ വണ്ടി ഓൾറെഡി ഒരാൾ ബുക്ക് ചെയ്തു. അയാളോട് ചോദിക്കാനായി വണ്ടിക്കാരൻ പറയുന്നു. ആരാണ് ബുക്ക് ചെയ്തതെന്ന് അന്വേഷിക്കുമ്പോൾ നമ്മുടെ പാൻ ആണെന്ന് മനസ്സിലാവുന്നു. ഓൾറെഡി പാനുമായിട്ട് രാവിലെ വഴക്കിട്ടാണ് ഇന്നത്തെ ദിവസം തുടങ്ങിയത് തന്നെ. ആ ഒരു സ്ഥലത്ത് പോകുന്നത് വളരെ അത്യാവശ്യമാണ്. പാനും അങ്ങോട്ടാണ് പോകുന്നത്. പക്ഷെ അവൻ ബുക്ക് ചെയ്ത വണ്ടി ആയതുകൊണ്ട് അവനോട് ചോദിച്ചേ പറ്റൂ. അതുകൊണ്ട് അവള്
രണ്ടും കൽപ്പിച്ച് അവന്റെ അടുത്ത് ചെന്ന് പോകുമ്പോൾ തന്നെയും കൂടി വണ്ടിയിൽ കയറ്റാമോ എന്ന് ചോദിക്കുന്നു. അവനാണെങ്കിൽ അവളോട് വേണ്ട എന്ന് പറയുന്നില്ല, പക്ഷെ വണ്ടിയുടെ പകുതി ചാർജ് മേടിക്കുന്നുണ്ട്. അങ്ങനെ ഇവർ പോകുന്നത് ആ ഒരു ഏരിയയിലുള്ള ഒരു ടൂറിസ്റ്റ് പ്ലേസും കൂടി ആയ ഒരു മലമുകളിലേക്കാണ്. അവിടെ എത്തിക്കഴിയുമ്പോൾ ലിൻ ആകെ അസ്വസ്ഥയാകുന്നു. അവൾ ആദ്യമായിട്ടല്ല ഈ ഒരു സ്ഥലത്ത് വരുന്നത്. അവളുടെ ബോയ് ഫ്രണ്ടിന്റെ കൂടെ അവൾ ഇതിനു മുന്നേയും ഇവിടെ വന്നിട്ടുണ്ട്. ലിൻ അവളുടെ ബോയ് ഫ്രണ്ടുമായി ബ്രേക്കപ്പ് ആയ ശേഷമാണ് ആ ഒരു വിഷമത്തിൽ നിന്നൊന്ന് റിക്കവർ ആകാനായി ഈ ഒരു റിസോർട്ടിലേക്ക് എത്തിയത്. പ്രത്യേകിച്ച് ഈ ഒരു സ്ഥലത്തേക്ക് അവൾ എത്തിയത് ഇവിടെ അവളുടെ ബോയ് ഫ്രണ്ടുമായി വന്ന മെമ്മറീസ് ഒക്കെ ഒന്ന് മറക്കണമെന്ന് കരുതിയാണ്. പക്ഷെ ഇവിടെ വന്നപ്പോൾ അവൾക്ക് ബോയ് ഫ്രണ്ടിന്റെ ഓർമ്മകൾ കൂടുകയാണ് ചെയ്തത്. അവൾ പൊട്ടിക്കരയാൻ തുടങ്ങുന്നു. ഇതേ സമയം ഈ ഒരു ടൂറിസ്റ്റ് പ്ലേസിൽ മറ്റു ടൂറിസ്റ്റുകളും ഉണ്ടായിരുന്നു. അവരൊക്കെ ഇവളെ ഒരുമാതിരി നോക്കുകയാണ്, ഈ പെണ്ണെന്തിന് ഇങ്ങനെ കിടന്ന് കരയുന്നത് എന്ന രീതിയിൽ. ആ സമയത്ത് അത് കാണുന്ന പാൻ അവളോട്, നീ ഒന്നും മിണ്ടാതിരിക്കുവോ, നീ എന്തിനാ ഇങ്ങനെ കരയുന്നത്, നീ ഇങ്ങനെ കരയുന്ന കാണുമ്പോൾ ആളുകൾ ഞാൻ എന്തെങ്കിലും നിന്നെ ചെയ്തു എന്ന് വിചാരിക്കത്തുള്ളൂ, ഒന്ന് കരച്ചിൽ നിർത്തുവോ എന്നൊക്കെ ചോദിക്കുന്നു. ആ സമയത്താണ് ലിൻ അവളുടെ ഫ്ലാഷ് ബാക്ക് പറയുന്നത്. ലിൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് അവളെ ഒരുപാട് പേര് പ്രപ്പോസ് ചെയ്യുമായിരുന്നുവെങ്കിലും അവൾക്ക് ലൈൻ ഒന്നും അങ്ങനെ സെറ്റ് ആയിട്ടില്ല. കാരണം ഇപ്പൊ തന്നെ ഒരു പയ്യൻ അവളെ ഇഷ്ടമാണെന്ന് പറയുന്നു. അവള് പക്ഷെ തിരിച്ചവന് മറുപടിയായി എഴുതി കൊടുക്കുന്നത് അവന്റെ മരണപ്പെട്ട മുത്തശ്ശിക്ക് അവളെ ഇഷ്ടമല്ല എന്നാണ്. അവൾ അങ്ങനെ പേപ്പറിൽ എഴുതി കൊടുത്ത പടെ അത് വായിക്കുന്നവൻ ഇവളെന്താ ഇങ്ങനെ പറയുന്നതെന്ന് ചിന്തിക്കുന്നുണ്ട്. ഇതേ സമയം ആ പയ്യന്റെ അടുത്ത് ഒരു പ്രേതം നിൽക്കുന്ന കണ്ടില്ലേ, ആ പ്രേതം ആ പേപ്പർ കീറി അവളുടെ മുഖത്തേക്ക് വലിച്ചെറിഞ്ഞു കൊടുക്കുന്നതും അത് കണ്ട് ഇവൻ പേടിച്ചോടി പോവാണ്. ഇവൻ ആ പ്രേതത്തെ കാണുന്നില്ലെങ്കിലും ആ പേപ്പർ ഇങ്ങനെ എറിയുന്നത് കാണാൻ സാധിക്കുന്നുണ്ടായിരുന്നു. ഇത് തന്നെയാണ് ഇവളുടെ കുഴപ്പം. ഇവൾക്ക് കുട്ടിക്കാലം മുതലേ പ്രേതങ്ങളെ കാണാൻ സാധിക്കും. ഇതുകൊണ്ടാണ് അവൾ മുന്നേ റിസോർട്ടിന്റെ റൂമിലും പ്രേതത്തെ കണ്ടത്. ഈ കാരണം കൊണ്ട് തന്നെ ഇവളുമായിട്ട് അങ്ങനെ ആരും കൂട്ടുകൂടാറോ ഒന്നും തന്നെ ഇല്ല. ഇവൾക്ക് ആകെപ്പാടെ ഉള്ളത് ഒരേ ഒരു ബെസ്റ്റ് ഫ്രണ്ടാണ് ന്യൂൺ. ന്യൂണാണെങ്കിൽ ലിന്നിന്റെ കൂടെ കട്ടയ്ക്കുണ്ട്. അവൾ ലിന്നിനോട് പിന്നീട് പറഞ്ഞു പഠിപ്പിച്ചു കൊടുക്കുന്നത്, നിനക്ക് പ്രേതത്തെ കാണാൻ പറ്റും എന്ന കാര്യം നീ ആരോടും പറയരുത്, എല്ലാവരുടെ മുന്നിൽ കാണാൻ പറ്റാത്ത രീതിയിലേ പെരുമാറാവുള്ളൂ എന്നൊക്കെയാണ്. അങ്ങനെ ന്യൂണിന്റെ ഉപദേശം കേട്ട് ലിൻ തനിക്ക് പ്രേതത്തെ കാണാമെന്ന കാര്യം അവളുടെ ആ ഒരു കാര്യം അറിയാത്തവരുടെ മുന്നിൽ കാണിക്കാതെ പിന്നീട് അങ്ങോട്ട് ജീവിക്കുന്നു. അങ്ങനെ അവളുടെ ലൈഫ് കുറച്ച് നല്ല രീതിയിൽ മുന്നോട്ട് പോവുകയാണ്. ആ ഒരു സമയത്താണ് ഇവരുടെ കോളേജിൽ ഒരു ഷോർട്ട് ഫിലിമിന്റെ ഷൂട്ടിംഗ് നടക്കുന്നത്. അവിടെ വെച്ച് അവൾ പെട്ടെന്നൊരു പ്രേതത്തെ കണ്ട് പേടിച്ച് ഓടുന്നതിന്റെ ഇടയിൽ ഷോർട്ട് ഫിലിമിൽ അഭിനയിക്കുന്ന നിക്കി എന്ന പയ്യന്റെ ദേഹത്തേക്ക് ചെന്ന് വീഴുന്നു. അന്നാണ് അവൾ ആദ്യമായി നിക്കിയെ കാണുന്നത്. പിന്നീട് ഇവര് തമ്മിൽ ഫ്രണ്ട്ഷിപ്പായി, അത് പ്രണയമായി. അങ്ങനെ സ്കൂൾ പഠനവും കഴിയുന്നു. പിന്നീട് വിദ്യാഭ്യാസമൊക്കെ കഴിഞ്ഞ് ലിൻ ജോലിക്ക് പോകുന്നു. പക്ഷെ അപ്പോഴേക്കും നിക്കി ഒരു സെലിബ്രിറ്റിയായി മാറിയിട്ടുണ്ടായിരുന്നു. അവനിപ്പോ അറിയപ്പെടുന്ന ഒരു ആക്ടറാണ്. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം നിക്കിയും ലിന്നും കൂടി സിനിമ കാണാനായി പോകുന്നു. സിനിമ കണ്ടുകൊണ്ട് പോപ്കോൺ കഴിക്കുന്നതിന്റെ ഇടയിലാണ് തന്റെ പോപ്കോൺ പാത്രത്തിൽ ഒരു പ്രേതത്തെ ലിൻ കാണുന്നത്. അവൾ പേടിച്ച് അത് തട്ടുന്നതും അത് ചെന്ന് നിക്കിയുടെ ദേഹത്തേക്ക് തെറിച്ചു വീഴുന്നു. അവന് കലിയിളകുന്നു. അവൻ അതും പറഞ്ഞ് അവളോട് ദേഷ്യപ്പെടുകയാണ്. അവള് പ്രേതത്തിന്റെ കാര്യമൊക്കെ പറയുമ്പോൾ നിനക്കെന്താ വട്ടാണോ എന്ന് അവൻ അവളോട് ഷൗട്ട് ചെയ്തുകൊണ്ട് നിൽക്കുന്ന സമയത്താണ് നിക്കിയുടെ ഒരു കോസ്റ്റാറായ സിനിമാ നടി അവന്റെ അടുത്തേക്ക് എത്തുന്നത്. ആരാ ഇതെന്ന് നിക്കിയുടെ അടുത്ത് നിൽക്കുന്ന ലിന്നിനെ നോക്കി ചോദിക്കുമ്പോൾ ഇത് തന്റെ ഗേൾ ഫ്രണ്ട് ആണെന്ന് പറയാതെ അവൻ ഇതെന്റെ ഒരു സിസ്റ്റർ ആണെന്ന രീതിയിൽ സംസാരിക്കുന്നു. അത് ലിന്നിനെ വളരെയധികം വിഷമിപ്പിക്കുന്നു. തന്നെ ഗേൾ ഫ്രണ്ട് ആണെന്ന് മറ്റുള്ളവരുടെ മുന്നിൽ തുറന്നു പറയാൻ മടിയുള്ള അവനുമായുള്ള ബന്ധം മുന്നോട്ട് കൊണ്ടുപോകാൻ താല്പര്യപ്പെടാതെ അങ്ങനെ അത് ബ്രേക്കപ്പ് ആകുന്നു. അങ്ങനെ ബ്രേക്കപ്പിന്റെ സങ്കടത്തിൽ നിന്ന് എങ്ങനെ അതിജീവിക്കാമെന്ന് നെറ്റിൽ സെർച്ച് ചെയ്ത സമയത്താണ് ലവറുമായി പോയിട്ടുള്ള സ്ഥലങ്ങളിൽ പോയി ഈ ഒരു ബന്ധം ഇനി ഇല്ല എന്ന് റീഅഷ്യൂർ ചെയ്ത പതിയെ മറക്കാൻ സാധിക്കും എന്നൊക്കെ വായിക്കുന്നത്. അതിനുശേഷം പാനും ലിന്നും കൂടി തിരിച്ച് യാത്ര ചെയ്യാണ്. ലിൻ അവൾക്ക് ഇറങ്ങേണ്ട റിസോർട്ടിന്റെ അവിടെ ഇറങ്ങാതെ അവന്റെ കൂടെ തന്നെ യാത്ര ചെയ്യുന്നു. യാത്ര ചെയ്യുന്നതിന്റെ ഇടയിൽ അവൾ ജ്യൂസ് ഒക്കെ കുടിക്കുന്നുണ്ട്. പാനിനോട് വേണോ എന്ന് ചോദിക്കുമ്പോൾ അവൻ വേണ്ട, ചിലപ്പോൾ ഞാൻ ഛർദ്ദിക്കാൻ ചാൻസ് ഉണ്ടെന്ന് പറഞ്ഞ് അവിടെ ഇരിക്കുന്ന സമയത്ത് അവള് അയ്യേ എന്താ കൊച്ചു കുഞ്ഞാണോ ഛർദ്ദിക്കാനെന്നെല്ലാം ചോദിച്ച് ചിരിക്കുമ്പോൾ പെട്ടെന്ന് വണ്ടി സഡൻ ബ്രേക്ക് അടിക്കുന്നു. നോക്കുമ്പോൾ കഴിഞ്ഞ ദിവസത്തെ കാറ്റിലും മഴയിലും മരം വീണ് റോഡ് ബ്ലോക്കാണ്. അങ്ങനെ അത് മാറ്റുന്ന സമയത്ത് ലിൻ അവിടെ നിന്ന് ഫോട്ടോസ് ഒക്കെ എടുക്കുന്നു. പക്ഷെ പെട്ടെന്ന് പാൻ നോക്കുമ്പോൾ ലിന്നിനെ കാണുന്നില്ല. എവിടെ പോയെന്ന് അന്വേഷിച്ച് നടക്കുന്ന അവൻ അവൾ ഒരു സ്ഥലത്ത് മാറി നിന്ന് ഛർദ്ദിക്കുന്നത് കാണുന്നു. ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ ഇതൊക്കെ കുടിച്ചാൽ ഛർദ്ദിക്കുമെന്നും പറഞ്ഞ് അവൻ അവളെ കളിയാക്കി ആകെ ക്ഷീണിച്ചിരിക്കുന്ന അവളെ വണ്ടിയിൽ കൊണ്ടിരുത്തുന്നു. ഈ ഒരു സമയത്ത് റോഡിൽ 2 പ്രേതാത്മാക്കൾ ഉണ്ടായിരുന്നു. ലിൻ അവരെ കണ്ട് അവരെ പറ്റി പറയുകയാണ്. ആദ്യം പാൻ ഇവൾക്ക് വട്ടുണ്ടോ എന്നൊക്കെ ചിന്തിക്കുന്നുണ്ട്. ലിൻ പാനിന്റെ കൂടെ അവന്റെ യാത്രയിൽ കൂടുന്നു. പാൻ അവളെയും കൂട്ടി പോകുന്നത് അവന്റെ ഫ്രണ്ട്സ് താമസിക്കുന്ന ഒരു സ്ഥലത്തേക്കാണ്. അവിടെ അവന്റെ 4 ഫ്രണ്ട്സ് ആണുള്ളത്. അവർ കപ്പിൾസ് ആണ്. അവൾക്ക് പെട്ടെന്ന് അവിടുത്തെ വൈബും കാര്യങ്ങളും ഒക്കെ ഇഷ്ടപ്പെടുന്നു. അതേപോലെ തന്നെ അവൾക്ക് അവിടെ ഒട്ടും ഇഷ്ടപ്പെടാത്തൊരു കാര്യം ഇടയ്ക്കിടയ്ക്ക് അവൾ ഒരു പ്രേതത്തിന്റെ പ്രസൻസ് അവിടെ ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു എന്നതാണ്. എന്തായാലും അടുത്ത ദിവസം ഉറക്കമെണ്ണിക്കുന്ന ലിൻ അവിടെ പാനിന്റെ കൂട്ടുകാരെ കാണുന്നില്ല. കൂട്ടുകാരൊക്കെ എവിടെയെന്ന് ചോദിക്കുമ്പോൾ നമുക്കൊരു സ്ഥലത്തേക്ക് പോകാനുണ്ടെന്നും പറഞ്ഞ് പാൻ അവളെയും കൂട്ടി പോകുന്നത് അവന്റെ ഒരു ഫ്രണ്ടിന്റെ ഒരു
തല്ലിപ്പൊളി വണ്ടിയിലാണ്. ആ വണ്ടി ഓടിച്ചോണ്ട് പോകുന്നതിന്റെ ഇടയിൽ അങ്ങനെ വണ്ടിയിൽ പോകുന്നതിന്റെ ഇടയിൽ രണ്ടുപേരും ഇടയ്ക്ക് വെച്ച് വണ്ടിയിൽ നിന്ന് ചെളിയിലേക്ക് മറിഞ്ഞു വീഴുന്നു. പിന്നെ എഴുന്നേറ്റ് വണ്ടി മുന്നോട്ടെടുക്കാൻ നോക്കുമ്പോൾ ആ തല്ലിപ്പൊളി വണ്ടി വർക്ക് ചെയ്യുന്നില്ല. അങ്ങനെ നടന്ന് മുന്നോട്ട് പോകുന്നതിന്റെ ഇടയിൽ എങ്ങോട്ടേക്കാണ് പാൻ തന്നെ കൊണ്ടുപോകുന്നത് എന്നറിയാത്ത ലിൻ എവിടേക്കാണ് പോകുന്നതെന്ന് അവനോട് തിരക്കുന്ന സമയത്ത് വാ എന്ന് പറഞ്ഞ് നടന്നൊരു വീടിന്റെ മുന്നിൽ എത്തിക്കഴിയുമ്പോൾ പാൻ കാണാനായി ഉദ്ദേശിച്ച ആളുണ്ടായിരുന്നില്ല. അങ്ങനെ അവിടെ അയാളെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ആ സമയത്താണ് അവൻ പറയുന്നത് അവനിവിടെ അവന്റെ ഫ്രണ്ട്സിനെ കാണാനും ഒപ്പം തന്നെ ഈ വീട്ടിൽ താമസിക്കുന്ന ആളിനെ കാണാനുമായിട്ടാണ് ഇങ്ങോട്ടേക്ക് യാത്ര തിരിച്ചതെന്ന്. ഈ വീട്ടിൽ താമസിക്കുന്ന ആൾക്ക് പ്രേതത്തെ കാണാനുള്ള ശക്തിയുണ്ട്. അയാളെ കണ്ട് അയാളുടെ അനുഭവങ്ങളൊക്കെ വെച്ച് ഇവനൊരു കഥ എഴുതാനായിട്ടാണെന്നും, കാരണം ഇവൻ ഫിലിം ഇൻഡസ്ട്രി സ്വപ്നം കാണുന്ന ഒരാളാണ്. ഡയറക്ടർ ആകണം, ഒപ്പം തന്നെ ഒരു നല്ല ഹൊറർ സ്റ്റോറിയുടെ സ്ക്രിപ്റ്റ് എഴുതണം എന്ന ആഗ്രഹങ്ങളൊക്കെ കൊണ്ടാണ് ഇവൻ ഇവിടേക്ക് വന്നത്. ഈ കാര്യങ്ങൾ പറയുന്ന അവൻ ലിന്നിനോട് സംസാരിക്കുന്നതിന്റെ ഇടയിൽ അവൾക്ക് പ്രേതങ്ങളെ കാണാൻ ശക്തിയുണ്ടെന്ന കാര്യം മനസ്സിലാക്കുന്നു. അവൻ വിശ്വാസമില്ലാതെ ചോദിക്കുന്ന സമയത്ത് ഞാനിത് ആരോടും അങ്ങനെ പറയാറില്ല, കാരണം പറഞ്ഞാലും ആരും വിശ്വസിക്കില്ല, എനിക്ക് വട്ടാണെന്ന് എല്ലാവരും പറയാറുള്ളതെന്നെല്ലാം ലിൻ പറയുമ്പോൾ ഇല്ല ഞാൻ വിശ്വസിക്കുന്നുണ്ട്, കാരണം നിന്റെ പ്രേതകഥകൾ എനിക്ക് ഉപകാരപ്പെടും, എനിക്ക് സ്ക്രിപ്റ്റ് എഴുതാൻ യൂസ് ആകുമെന്നെല്ലാം പറയുന്ന പാൻ അവൾക്ക് കുളിക്കാനായി ടവൽ കൊടുക്കുന്നു. കാരണം നേരത്തെ ചെളിയിൽ വീണത് കൈയും കാലൊക്കെ കഴുകിയപ്പോൾ കുറച്ചൊക്കെ അല്ലേ പോയിട്ടുള്ളൂ. അങ്ങനെ അവള് ഒന്ന് ഫ്രഷ് ആകാനായി പോകുന്നു. അവള് തിരിച്ച് ഫ്രഷ് ആയിട്ട് വരുമ്പോൾ നല്ല സുന്ദരി കുട്ടിയായിട്ടുണ്ടായിരുന്നു. അത് കണ്ട് പാൻ അവളെ അടിമുടി നോക്കിയിരിക്കുകയാണ്. അങ്ങനെ അവിടെ ഇരുന്ന് ഓരോന്നും സംസാരിച്ച് ഇവരിങ്ങോട്ട് വരാൻ നേരം കയ്യിൽ കൊണ്ടുവന്ന സ്നാക്സ് ഒക്കെ കഴിച്ചിരിക്കുകയാണ്. ഈ സമയത്താണ് പാനിന്റെ ലാപ്ടോപ്പിൽ ലിൻ അവളുടെ ഫോട്ടോ കാണുന്നത്. എന്റെ ഫോട്ടോ എന്തിനാ എടുത്തു വെച്ചിരിക്കുന്നതെന്ന് അവള് ചോദിക്കുമ്പോൾ നീ എന്റെ സ്ക്രിപ്റ്റിൽ ഒരു കഥാപാത്ര അതിന്റെ റെഫറൻസിന് വേണ്ടി എടുത്തതാണെന്ന് അവൻ പറയുന്നു. പറ്റത്തില്ല, ഡിലീറ്റ് അടിച്ചെന്ന് അവൾ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് പെട്ടെന്ന് അവൾക്ക് ടോയ്ലറ്റിൽ പോകാനായി തോന്നുന്നത്. ഈ ഒരു വീടിന്റെ മുന്നിലുള്ള വയൽ താണ്ടി കുറച്ചപ്പുറം പോകണം. നല്ല നട്ടപാതിരയായിട്ടുണ്ട്. എങ്കിലും വേറെ വഴിയില്ലാതെ പാൻ പറഞ്ഞു കൊടുത്ത വഴിയിലൂടെ ഒറ്റയ്ക്ക് അവിടേക്ക് ചെല്ലുന്ന ലിൻ അവിടെ ഒരു വീട് പോലെ കാണുന്നു. അതിനകത്തേക്ക് കയറുമ്പോൾ അവൾ എന്തോ ഒരു കാഴ്ച കണ്ട് ഞെട്ടിപ്പോവാണ്. അവൾ പെട്ടെന്ന് തിരിച്ചോടി പാനിന്റെ അടുത്തെത്തി എന്തോ പറയാനായിട്ട് വരുന്നു. പക്ഷെ അവൾക്ക് പറയാനായിട്ട് സാധിക്കുന്നില്ല. ആ സമയത്താണ് അവിടേക്ക് ഒരാൾ വരുന്നത്. അവളെ കണ്ടപാടെ അവളുടെ പേടി ഒന്നുകൂടെ കൂടുന്നു. ഈ വന്നിരിക്കുന്നത് പാൻ കാണാനായി എത്തിയ അയാളായിരുന്നു. പ്രേതങ്ങളെ കാണാൻ കഴിവുണ്ടെന്ന് പറഞ്ഞ അയാളെ കണ്ടിട്ടാണോ നീ പേടിച്ചതെന്ന് ചോദിച്ച പാൻ ലിന്നിനെ കളിയാക്കുമ്പോഴും അവളുടെ പേടിയൊന്നും മാറിയിട്ടില്ല. അവൾ പേടിച്ച് വരച്ച് എന്തോ ഒന്ന് പറയാനായിട്ട് ശ്രമിക്കുന്നു. പക്ഷെ പാൻ മൈൻഡ് ആക്കുന്നില്ല. പാൻ അങ്ങനെ അയാളോട് ഓരോന്ന് സംസാരിക്കുകയാണ്. അതിന്റെ ഇടയിൽ ഇവിടെയും പ്രേതമൊക്കെ ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ ഇരിക്കുന്നിടത്തും ഒരുപാട് പ്രേതങ്ങൾ ഉണ്ടെന്ന് അയാൾ പറയുന്ന സമയത്ത് ചുറ്റിനും നോക്കുന്ന ലിന്നിന് അവിടെയുള്ള പ്രേതാത്മാക്കളെ കാണാം. അപ്പോഴും ലിൻ എന്തോ പാനിനോട് പറയാൻ വരുന്നു. അവൻ വരുന്നില്ല എന്ന് കാണുമ്പോൾ അവള് എനിക്കൊന്ന് ടോയ്ലറ്റിൽ പോകണം, ഒന്ന് കൂടെ വാന്നും പറഞ്ഞ് അവനെ വിളിച്ച് വെളിയിലേക്ക് കൊണ്ടുപോയിട്ട് നേരത്തെ സംസാരിച്ച അയാളില്ലേ അയാളെന്നും പറഞ്ഞ് സംസാരിച്ച് തുടങ്ങുമ്പോഴേ അയാൾ വീണ്ടും ഇവരുടെ മുന്നിലെത്തുന്നു. എന്താ എന്നെ പറ്റി ഒരു സംസാരം എന്ന് ചോദിക്കുമ്പോൾ ലിൻ മിണ്ടുന്നേ ഇല്ല. ഒരുപാട് നേരമായെന്നും പറഞ്ഞ് ഇവരെ വീട്ടിലേക്ക് തിരിച്ചു കൊണ്ടുപോവുകയാണ്. അങ്ങനെ ഇവർക്ക് കിടക്കാനായി അയാൾ ഓരോ സ്ഥലങ്ങൾ കാണിച്ചു കൊടുക്കുന്നുണ്ട്. പക്ഷെ ഒറ്റയ്ക്ക് കിടക്കാൻ പേടിച്ച് പാനിന്റെ അടുത്ത് വന്ന് തന്നെ ലിൻ കിടക്കാണ്. ഞങ്ങൾ ഇങ്ങനെ അടുത്തടുത്ത് കിടന്ന പ്രേതം ദേഷ്യപ്പെടുത്തൊന്നും ഇല്ലല്ലോ അല്ലേ എന്ന് തമാശയ്ക്ക് പാൻ അയാളോട് ചോദിക്കുമ്പോൾ അയാളും ഇല്ല എന്ന് പറഞ്ഞ് വെളിയിലേക്ക് പോയി പാട്ട് പാടുന്നു. അയാളുടെ പാട്ട് പാനിന് തീരെ ഇഷ്ടപ്പെടുന്നില്ല. ഒരുവിധം അതൊക്കെ സഹിച്ച് അവൻ ഉറക്കം പിടിക്കുകയാണ്. അടുത്ത ദിവസം രാവിലെ അവൻ ഉറക്കം എണ്ണിക്കുമ്പോൾ അടുത്ത് കിടന്ന ലിന്നിനെയും കാണുന്നില്ല, വെളിയിൽ അയാളെയും കാണുന്നില്ല. ഇവര് രണ്ടുപേരും എവിടെ പോയെന്ന് തപ്പി അവൻ കഴിഞ്ഞ ദിവസം ലിൻ രാത്രി ചെന്നുപെട്ട ആ വീട്ടിലേക്ക് ചെല്ലുന്നു. അവിടെ കയറുന്ന അവൻ കാണുന്ന കാഴ്ച കഴിഞ്ഞ ദിവസം കൂടി അവൻ സംസാരിച്ച അയാളും മരിച്ചു കിടക്കുന്നതാണ്. ആ ബോഡി കണ്ടാലേ അറിയാം ഇന്നോ ഇന്നലെയോ ഒന്നും മരിച്ചതല്ല, ഇത് കുറച്ച് നാളുകൾ പഴക്കമുണ്ടെന്ന്. അവൻ പേടിച്ചലറി വിളിച്ച് വെളിയിലേക്ക് ഓടി വരുമ്പോ അവിടെ നമ്മുടെ ലിൻ ഉണ്ടായിരുന്നു. അവൾക്ക് ഈ സംഭവം ഇന്നലെ മനസ്സിലായിരുന്നല്ലോ. അവൻ പേടിച്ചു അവിടെ ഞാൻ കണ്ടു അയാൾ മരിച്ചു എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞൊപ്പിക്കുമ്പോ എനിക്കിത് അറിയാം, ഞാൻ ഇത് പറയാൻ ഇന്നലെ ശ്രമിച്ചത്, പക്ഷെ എന്നെ കളിയാക്കുന്നതല്ലാതെ ഞാൻ പറയുന്നത് കേൾക്കാനും നിന്നില്ലല്ലോ, ഇപ്പൊ എങ്ങനെ ഇരിക്കുന്നൊക്കെ അവൾ അവനെ കളിയാക്കുന്നു. അതിനുശേഷം തിരിച്ച് നടക്കുകയാണ് ഫ്രണ്ട്സ് ഒക്കെ താമസിക്കുന്ന സ്ഥലത്തേക്ക് പോകാനായി. പക്ഷെ ഇവര് പകുതി വഴി എത്തുമ്പോ ഇവർക്ക് വഴി അറിയില്ല. ആ സമയത്താണ് അവര് കാട്ടിൽ വിറക് വെട്ടാനായി വന്ന ഒരു കൊച്ചു പയ്യനെ കാണുന്നത്. അങ്ങനെ ആ പയ്യൻ ഇവരെ മെയിൻ റോഡ് വരെ കൊണ്ടാക്കുന്നു. അവിടെ നിന്ന് ഇവർക്ക് ഒരു വണ്ടി കിട്ടി ഫ്രണ്ട്സ് താമസിക്കുന്ന സ്ഥലത്തേക്കും എത്തുന്നു. അന്ന് രാത്രി രണ്ടുപേരും ഓരോന്നും മിണ്ടിയും പറഞ്ഞും ഒന്നിച്ച് പാട്ട് കേട്ടു ഇരുന്ന് ഉറങ്ങിപ്പോയതേ അറിഞ്ഞില്ല. അടുത്ത ദിവസം ഫ്രണ്ടിന്റെ കയ്യിൽ നിന്ന് മറ്റൊരു വണ്ടി വാങ്ങി ലിന്നുമായി പാൻ കറങ്ങാൻ പോകുന്നു. ഒരു പ്രകൃതി രമണീയമായ സ്ഥലത്ത് ചെന്നിരുന്ന് അവൻ സ്ക്രിപ്റ്റ് എഴുതാനായി തുടങ്ങാണ്. ഈ സമയത്ത് അടുത്തിരുന്ന് ലിൻ ഞാനൊരു പ്രേതകഥ പറയാമെന്ന് പറയുന്നു. ഇതുപോലെ എത്ര മനോഹരമായ ഒരു സ്ഥലത്ത് നമ്മൾ രണ്ടുപേരും ഇരിക്കുന്നത് പോലെ രണ്ടുപേർ ഇരിക്കുകയായിരുന്നു. ആ സമയത്ത് അവർ സംസാരിക്കുന്നതെല്ലാം ഒരു പ്രേതം മറഞ്ഞു നിന്ന് കേൾക്കുന്നു. ആ പ്രേതം പതിയെ ആ പയ്യന്റെ അടുത്ത് വന്ന് നിൽക്കുന്നു എന്ന് ലിന്നെ പറയുമ്പോഴേക്കും അത് കേൾക്കുന്ന പാനിന് പേടിയാവുന്നു. ഏതാണ്ട് അവന്റെ പിറകിൽ പ്രേതം നിൽക്കുന്ന ഒരു ഫീൽ ഉണ്ടാകുന്ന അവൻ അയ്യോ വേണ്ടേന്നും പറഞ്ഞ് അവിടെ നിന്ന് പോവാണ്. അങ്ങനെ രണ്ടുപേരും പിന്നീട് യാത്ര ചെയ്യുമ്പോൾ എന്ത് നല്ല കാറ്റാ,
എന്ത് രസാന്നൊക്കെ പറഞ്ഞ് വളരെയധികം റൈഡ് എൻജോയ് ചെയ്യുകയായിരുന്നു ലിൻ. ആ സമയത്ത് ഓപ്പോസിറ്റ് പോയ ഒരു വണ്ടിയിൽ നിന്ന് ഇവളുടെ മുഖത്തേക്ക് ചാണകം തെറിക്കുന്നു. അത് കണ്ട് പാൻ അവളെ കളിയാക്കാണ്. അങ്ങനെ ഓരോ തമാശകൾ പറഞ്ഞു പരസ്പരം കളിയാക്കിയും ഒന്നിച്ച് യാത്രകൾ ചെയ്തും ഇവര് നല്ല ക്ലോസ് ആകുന്നു. ഇവൾക്ക് പ്രേതത്തെ കാണാമെന്ന കാര്യം പാനിന് ഒരു കുഴപ്പമേ അല്ല. അവൻ ഇവളുമായി നല്ല കംഫോർട്ടാണ്. ഇവൾക്ക് ഒരു ഏലസ് ഒക്കെ അവൻ ഗിഫ്റ്റ് ആയിട്ട് നൽകുന്നുണ്ട് ഒരു ധൈര്യത്തിന് വേണ്ടി. അവൾക്കായാലും തന്റെ ഈ ഒരു കാര്യം അറിഞ്ഞിട്ടും തന്നെ അക്സെപ്റ്റ് ചെയ്യുന്ന ഒരാളെ എത്ര ക്ലോസ് ആയി കിട്ടിയല്ലോ എന്ന ഒരു സന്തോഷമാണ്. രണ്ടുപേർക്കും പരസ്പരം ഇഷ്ടം തോന്നുന്നു, പക്ഷെ അത് തുറന്നു പറയുന്നില്ല. അങ്ങനെ അന്ന് ഈവനിങ് രണ്ടുപേരും മറ്റു ഫ്രണ്ട്സിന്റെ കൂടെ ക്യാമ്പ് ഫയർ സെറ്റ് ചെയ്തിരുന്നവരെന്ന് സംസാരിക്കുന്ന സമയത്താണ് ലിന്നിന്റെ ഫോണിലേക്ക് അവളുടെ ആ ഒരു ഫസ്റ്റ് ബോയ് ഫ്രണ്ട് ഇല്ലേ നിക്കി, അവൻ വിളിക്കുന്നത്. ആ കോൾ അറ്റൻഡ് ചെയ്തത് പാൻ ആയിരുന്നു. അവൻ ഇവനാണെന്ന് മനസ്സിലാക്കിയ ഉടനെ അപ്സെറ്റ് ആകുന്നു. ഞാൻ അവളുടെ കൊടുക്കാന്ന് പറഞ്ഞു ഫോൺ കൊടുക്കുന്നുണ്ടെങ്കിലും ലിൻ കോൾ വാങ്ങുന്നില്ല. ഈ സമയത്ത് ഇവരുടെ ഫ്രണ്ടായ ഒരു പെൺകുട്ടി ഫോൺ വാങ്ങിച്ച് ടേപ്പ് കഥ അറിയാവുന്ന നിക്കിയെ വായിൽ വന്നതെല്ലാം പറയുന്നു. പക്ഷെ അവൻ തിരിച്ച് റെസ്പോണ്ട് ചെയ്യുമ്പോഴാണ് ആ ശബ്ദം കേട്ട് ഇത് ഇവളുടെ ഫേവറേറ്റ് ആയ ഒരു സെലിബ്രിറ്റി ആണെന്ന കാര്യം അവൾക്ക് മനസ്സിലാവുന്നത്. അവൾ ഉടനെ അയ്യോ സോറി എന്ന് പറഞ്ഞ് വാചകം അടിക്കുമ്പോൾ അത് കേൾക്കുന്ന മറ്റൊരു ഫ്രണ്ട് ഫോൺ വാങ്ങി ലിന്നിന്റെ കൈ കൊടുക്കുന്നു. പക്ഷെ ലിൻ സംസാരിക്കാൻ താല്പര്യപ്പെടാതെ കോൾ കട്ട് ചെയ്യാണ്. ഇത് കാണുന്ന പാൻ അവൾക്ക് ഫോൺ കൊടുത്തിട്ട് സംസാരിക്കേ കുഴപ്പമൊന്നുമില്ല എന്ന് പറയുമ്പോൾ അവള് നിനക്ക് കുഴപ്പമൊന്നുമില്ലേ എന്ന് അവനോട് ചോദിക്കുകയാണ്. എനിക്കെന്താ കുഴപ്പം, നമ്മൾ ഫ്രണ്ട്സ് അല്ലേ, നീ നിന്റെ എക്സിനോട് സംസാരിക്കുന്നതിന് എനിക്കെന്താ കുഴപ്പമൊന്നും പറഞ്ഞ് അവൻ അങ്ങ് പോകുന്നു. അവൻ അങ്ങനെ പറഞ്ഞുവെങ്കിലും നല്ല സങ്കടമുണ്ട്. അവൻ അവിടെ നിന്ന് സങ്കടപ്പെട്ട് വണ്ടി എടുത്ത് വെളിയിലേക്ക് പോകുന്നു. എന്തായാലും നിക്കിയുമായി ഫോണിലൂടെ സംസാരിച്ച് പിണക്കമൊക്കെ മാറുന്ന ലിൻ അവനെ കാണാനായി അടുത്ത ദിവസം യാത്ര പുറപ്പെടുന്നു. പക്ഷെ പോകാൻ നേരം അവിടെ പാൻ ഇല്ലാത്തത് കൊണ്ട് തന്നെ അവൾ അവനോട് യാത്ര പറയാതെയാണ് പോകുന്നത്. അങ്ങനെ അവൾ കുറെ നാളുകൾക്ക് ശേഷം നിക്കിയെ കണ്ടുമുട്ടുന്നു. അവര് പിണക്കമൊക്കെ മറന്ന് ഒന്നിച്ചിരുന്ന് ഒരു റെസ്റ്റോറന്റിൽ ഭക്ഷണം കഴിച്ച് സംസാരിക്കുന്ന സമയത്ത് പ്രേതത്തെ കാണാമെന്ന ഒരു കാര്യത്തെ പറ്റി ടോപ്പിക്കായി വരുന്നു. നിക്കി പറയുന്നത് നിനക്ക് ഇപ്പോഴും ആ പ്രശ്നമുണ്ടോ, ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ഒരു സൈക്യാട്രിസ്റ്റിനെ കാണുന്നത് നല്ലതാണെന്നാ. എന്റെ ഒരു ഫ്രണ്ടിന് ഇതേ പ്രശ്നം ഉണ്ടായിരുന്നു. സൈക്യാട്രിസ്റ്റിനെ കണ്ടപ്പോ എല്ലാം മാറിയെന്ന് അവൻ പറയുമ്പോൾ തനിക്ക് വട്ടാണെന്നാണ് ഇവൻ പറയുന്നതെന്ന് മനസ്സിലാക്കുന്ന ലിൻ ആ ഒരു ബന്ധം പൂർണ്ണമായി ഉപേക്ഷിക്കുകയാണ്. കാരണം അവളെ മനസ്സിലാക്കുന്ന പാൻ ഉള്ളപ്പോ എന്തിനാണ് മനസ്സിലാക്കാത്ത നിക്കിയുടെ കൂടെ എന്നാണ് അവൾ കരുതുന്നത്. എന്തായാലും അങ്ങനെ പാനിനെ പറ്റി ഒരു വിവരമില്ല. നിക്കിയുമായുള്ള ബന്ധം ഉപേക്ഷിച്ച് അവളുടെ ജീവിതം ഇങ്ങനെ മുന്നോട്ട് പോകുന്ന സമയത്താണ് പാനിന്റെ ഫ്രണ്ട്സിന്റെ മെസ്സേജ് വരുന്നത്, ഒരു ഗെറ്റ് ടുഗദറിന്റെ മെസ്സേജ്. അത് കണ്ടപാടെ പാനിനെ കാണാമല്ലോ എന്ന സന്തോഷത്തിൽ അവൾ അങ്ങോട്ടേക്ക് പുറപ്പെടുന്നു. അവൾ അവിടെ ചെല്ലുന്നു. മറ്റു ഫ്രണ്ട്സും ഉണ്ട്. പക്ഷെ പാൻ മാത്രം എത്തിയിട്ടില്ല. ഇവനിത് എവിടെ പോയെന്ന് അവൾക്ക് ആകെ സങ്കടമാണ്. ഏറെ നേരം കാത്തിരുന്നിട്ടും അവൻ വരത്തില്ലെന്ന് കരുതി അവൻ ഗിഫ്റ്റ് കൊടുത്ത ആ ഒരു തകിട് അവള് ഒരു മലമുകളിൽ നിന്ന് ദൂരേക്ക് എറിയുന്ന സമയത്താണ് ഒരു ശബ്ദം കേൾക്കുന്നത്. അതെന്തിനാ എറിഞ്ഞത്, ഇനി ഇങ്ങനെ തപ്പിയെടുക്കും എന്നുള്ള ആ ശബ്ദം കേട്ട് അവള് തിരിഞ്ഞു നോക്കുമ്പോ അവിടെ കാണുന്നത് പാനിനെ ആയിരുന്നു. അവൻ വരാൻ അല്പം ലേറ്റ് ആയതാണ്. ഇവള് കാരണമാണ് വരാത്തതെന്ന് കരുതിയാണ് ഇങ്ങനെ എടുത്തെറിഞ്ഞത്. എന്തായാലും അവൻ വന്നത് കാണുമ്പോൾ അവൾക്ക് ഒരുപാട് സന്തോഷമാകുന്നു. രണ്ടുപേരും കൂടി വളരെ ഹാപ്പിയായി അവരുടെ പ്രണയം തുറന്നു പറഞ്ഞ് ഒന്നിച്ച് ജീവിക്കാൻ തീരുമാനിക്കുന്നത് കാണിച്ചുകൊണ്ട് ഈ ഒരു കഥ ഇവിടെ അവസാനിക്കുന്നു. ഇഷ്ടപ്പെട്ട് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാതെ വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് വീണ്ടും മറ്റൊരു വീഡിയോയിലൂടെ കാണാം. ബൈ.